പാർട്ടിയിൽ പരിഷ്കാരങ്ങൾ അത്യാവശ്യമാണ്. മുതിർന്ന കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗ് പറഞ്ഞ പരാമർശത്തെ താൻ കണ്ണുപൂട്ടി സ്വാഗതം ചെയ്യുകയാണ് എന്ന് കോൺഗ്രസ് MP ശശി തരൂർ. അദ്വാനിയുടെ കാൽച്ചുവട്ടിലിരുന്ന മോദിയാകട്ടെ ഇന്ന് പ്രധാനമന്ത്രിയായി. കോൺഗ്രസിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ട് ദിഗ്വിജയ് സിംഗ് രംഗത്ത് വന്നത് വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തി മണിക്കൂറുകൾക്കിടയിലാണ് തരൂർ അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃപാഠവും അല്ലെങ്കിൽ ആത്മധൈര്യവുമുള്ള നേതാക്കൾ ഇന്ന് കോൺഗ്രസിനുള്ളിൽ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ ഈ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കഴിയാത്ത കോൺഗ്രസ് നേതാക്കൾ ഇന്ന് ഇരുട്ടിൽ തപ്പുകയാണ്. പാർട്ടിയെ നയിക്കേണ്ട പ്രതിപക്ഷ നേതാവ് ഇന്ത്യയെ തകർക്കാനുള്ള പദ്ധതി മെനയുന്ന തിരക്കിലാണ്. അതായത് ദേശവിരുദ്ധ ശക്തികളെ കൂട്ടുപിടിച്ചുകൊണ്ട് അതിനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതായിട്ടുള്ള വിലയിരുത്തലുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്നാൽ ദിഗ്വിജയ് സിംഗ് പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ഇപ്പോൾ ശശി തരൂരും ഈ പ്രസ്താവനയെ പിന്തുണച്ച് രംഗത്ത് വന്നിരിക്കുന്നതിൽ കൂടുതൽ ക്ഷീണമാണ് പാർട്ടിക്കുണ്ടാക്കുന്നത്. അതേപോലെ തന്നെ BJPയിൽ ഏറ്റവും താഴെയുള്ള സംഘ പ്രവർത്തകനെ പോലും പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയുമാകാം. അത് എന്തു നല്ല മാതൃകയാണ്. സീനിയർ കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗിന്റെ പരാമർശത്തെ ചൊല്ലിയുള്ള വിവാദങ്ങൾക്കിടയിലാണ് പാർട്ടിക്കുള്ളിൽ പരിഷ്കാരങ്ങൾ വേണമെന്ന അദ്ദേഹത്തിന്റെ ആഹ്വാനത്തെ പിന്തുണച്ചുകൊണ്ട് തരൂർ ഇപ്പോൾ വലിയ രീതിയിൽ ഈ പ്രസ്താവന പുറത്തിറക്കിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് വലിയ രീതിയിൽ അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ടാണ് തരൂർ സംസാരിച്ചിരിക്കുന്നത്. 140ാമത് കോൺഗ്രസ് സ്ഥാപക ദിനത്തിൽ ദിഗ്വിജയ് സിംഗുമായുള്ള ആശയവിനിമയത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു തരൂർ. ഞങ്ങൾ സുഹൃത്തുക്കളാണ്. സംഭാഷണം നടത്തുന്നത് സ്വാഭാവികമാണ്. സംഘടന ശക്തിപ്പെടുത്തണം. അതിനെക്കുറിച്ച് ഒരു സംശയവും ഇതിൽ ഉദിക്കുന്നില്ല എന്നതായിരുന്നു തരൂർ വ്യക്തമാക്കിയത്. എന്നാൽ RSSനെ കുറിച്ചുള്ള ചോദ്യത്തിന് അദ്ദേഹം ഒരു മറുപടിയും നൽകിയില്ല എന്നതും ശ്രദ്ധേയമാണ്. പാർട്ടിക്ക് ഈ ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് വിശേഷിപ്പിച്ച തരൂർ ആകട്ടെ പാർട്ടിയുടെ ശ്രദ്ധേയമായ ചരിത്രത്തിലേക്കും അദ്ദേഹത്തിന്റെ അതായത് കോൺഗ്രസിന്റെ സ്വഭാവങ്ങളിലേക്കും തിരിഞ്ഞു നോക്കുന്ന ദിവസമാണിതെന്നാണ് വ്യക്തമാക്കിയത്. BJPയും RSSും താഴെത്തട്ടിലുള്ള പ്രവർത്തകരെ സംഘടനയ്ക്കുള്ളിൽ തന്നെ വളരുവാനും മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി തുടങ്ങിയ ഉന്നത പദവികളിലേക്ക് എത്തുവാനും അനുവദിക്കുന്നുണ്ട് എന്നത് കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. അതായത് ദിഗ്വിജയ് സിംഗ് അഭിപ്രായപ്പെട്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി BJPയിലെ മുതിർന്ന നേതാവ് LK അദ്വാനിയുടെ അടുത്ത് തന്നെ അദ്ദേഹത്തിന്റെ അടുത്ത് തന്നെ ഇരുന്ന് തറയിലിരിക്കുന്ന ഒരു ചിത്രം പങ്കുവച്ചുകൊണ്ടായിരുന്നു ഈ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയത്. ഈ പോസ്റ്റ് കോൺഗ്രസിനകത്തും പുറത്തും രാഷ്ട്രീയ പ്രതികരണങ്ങൾക്ക് വലിയ രീതിയിലുള്ള കാരണമാവുകയും പാർട്ടി സ്ഥാപക ദിനം ആഘോഷിക്കുമ്പോൾ സംഘടനാ ശക്തിയെക്കുറിച്ചുള്ള ആഭ്യന്തര ചർച്ചയിൽ പുതിയ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തു. വിവാദമായതോടുകൂടി തന്നെ RSSും BJPയും കോൺഗ്രസിന്റെ രാഷ്ട്രീയ എതിരാളികളാണ് എന്ന വിശദീകരണം നൽകിക്കൊണ്ടാണ് രംഗത്ത് വന്നത്. മാത്രമല്ല കോൺഗ്രസിനുള്ളിൽ ഇത്തരത്തിലൊരു സംഘടനാ ബലം ഇല്ല എന്നതാണ് ഇതിലൂടെ തെളിയിക്കുന്നത് എന്നതാണ് പുറത്തുവരുന്ന ആക്ഷേപങ്ങളിൽ പലതായി തന്നെ ഉയരുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.